നമ്മൾ ആ കൊല പഴുത്ത് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കൊടുത്തിട്ട് ഇത്രയും ബാക്കിയാണ്. ഒന്നാമത് നോമ്പായതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും പഴമൊന്നും വേണ്ട. ഡ്രൈ ഫ്രൂട്ട് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ഈ കുഞ്ഞിപ്പഴമെല്ലാം സ്ലൈസായി ഒന്ന് അരിഞ്ഞിട്ടിട്ട് വെയിലിൽ വെച്ചിട്ട് ഉണക്കിയിട്ട് കഴിച്ചോക്കിയാൽ എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞിടട്ടെ. പഴം നേർങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇതാ 3 തളികയോളം വന്നിട്ടുണ്ട്. 4-5 ദിവസമുള്ള വെയിൽ കൊള്ളേണ്ടി വരും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും. ഉണ്ടാവും, നല്ല ഉണങ്ങി വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. കണ്ടാ, കുഞ്ഞിപ്പഴം വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു അത്തിപ്പായൊക്കെ തിന്നൂല, അതിൻ്റെ ടേസ്റ്റാണ്. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഉണക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ. പക്ഷേ എല്ലാം ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ. ഒരുപാട് നമ്മൾ മുറിച്ചിട്ടിട്ടില്ല. ഈ വീട്ടിൽ കുഞ്ഞിപ്പഴമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് തിന്നോക്ക്. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മളായാലും പഴമൊക്കെ തിന്നുമ്പോൾ അത്രയേ തിന്നു. പക്ഷേ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് എടുത്ത് തിന്നാം.